ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും രുചികരമായതും ഏറ്റവും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ സാദമാണ്. അപ്പോൾ കുറച്ച് പേര് കുറേ മുന്നേ ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡും കാണിക്കണ്ടേ. അപ്പോൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് ഹോൾ മസാലയൊക്കെ വറുത്ത് പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും. ഇതാവുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ശരവണ ഭവൻ സ്റ്റൈലിൽ നല്ല രുചികരമായിട്ടുള്ള സാമ്പാർ സാധനം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പും അരിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 1/4 കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത്. ചെറുപയർ പരിപ്പ് ഇതിൽ എന്തായാലും ചേർക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 1.5 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്, വളരെ കുറച്ച് മാത്രമേ ചേർക്കണ്ടൂ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അരി കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അരിയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ പരിപ്പ് എടുക്കുന്നത്. ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ പച്ചരി വെച്ചിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക. പച്ചരി വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പച്ചരി കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ പുളി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വലിയ നെല്ലിക്കല്ല, ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 അമരയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ബീൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് എടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമാണെങ്കിൽ ഒരു വഴുതനങ്ങ കൂടി ചേർത്തോളൂ. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ഇടണ്ട. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഇതിൽ കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 5 കഷ്ണം മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്ക ഓപ്ഷനിലാണ്. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല മുരിങ്ങയ്ക്ക ചേർക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക ഒഴിവാക്കിക്കോളൂ. അതിന് പകരം വഴുതനങ്ങയോ വേറെ ഏതെങ്കിലും വെജിറ്റബിളോ ഏതെങ്കിലും ഒന്നും കൂടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു വലിയ മുരിങ്ങയ്ക്കയാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, ഒരു 4-5 കഷ്ണം കേട്ടോ. ഇനി മുരിങ്ങയ്ക്ക ഇതിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് വേറെ വേവിക്കണം. ഒന്നിച്ചിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ കുക്കറിലല്ലേ വേവിക്കുന്നത്, അത് ഒരുപാട് ഇങ്ങനെ സെപ്പറേറ്റൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ഒരുമിച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 11 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ വേണം. അപ്പം മുരിങ്ങയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒരു ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങനെ ഓവർ കുക്ക് ആവാതെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാനൊരു 2 ലിറ്ററിൻ്റെ ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ചെറിയ അളവിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ അരിയുടെയും പരിപ്പിൻ്റെയൊക്കെ അളവ് ഇരട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ കുക്കറിലേക്ക് ആ പരിപ്പും അരിയും എല്ലാം ചേർക്കുക, വെജിറ്റബിൾസും എല്ലാം ചേർക്കാം. അരിയും പരിപ്പും കുതിർത്തിയ വെള്ളം കളഞ്ഞതിൻ്റെ ശേഷം വേണം കുക്കറിലേക്ക് ഇടാൻ. ഇനി ആ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ചേർക്കുക. പിന്നെ കുതിർത്തി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം. പുളി കൂടിപ്പോകരുത്, പുളിയുടെ ടേസ്റ്റ് മീതെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പുളി ഒഴിക്കാൻ. നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിച്ചത് വളരെ കറക്റ്റായിരുന്നു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകം ഒരു നുള്ളാണ്, അതായത് ഒരു 1/8 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടി ആവുക കാരണം ഇത്രയേ ആവശ്യമുള്ളൂ. നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ച സാമ്പാർ പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഫ്ലേവർ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. സാമ്പാർ പൊടിയുടെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് തരാം. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് ഏത് കപ്പിലാണോ അരി എടുത്ത് വെച്ചാൽ ആ ഒരു കപ്പിൽ 2.5 കപ്പ് വെള്ളം എടുക്കുക. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഇങ്ങനെ നല്ല മീതെ നിൽക്കണം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു തണ്ട് മല്ലിയില, ഒരു 2-3 കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത്. അത്ര കൂടുതലൊന്നും ചേർക്കണ്ട. അതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട്
വെയിറ്റ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം മാത്രം വെയിറ്റ് മാറ്റുക. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം ആ വേവിച്ച് വെച്ച മുരിങ്ങയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കുള്ള വറവ് ഇടണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ആ ഫ്ലേവർ കൊടുക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ കുറച്ച് ഫ്ലേവർ കൂട്ടും. നല്ല ടേസ്റ്റാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. ആവശ്യത്തിന് ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന്. ഇത് മൂന്നും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത്, ഫ്രഷായിട്ട് ക്രഷ് ചെയ്തത് ചേർക്കുക കേട്ടോ. കുരുമുളക് പൊടി ചേർക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുക. ഒരു 10-12 കാഷ്യൂ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ചേർത്തിരിക്കുന്നത്. പിന്നെ 2-3 ഉണക്കമുളക്, ഒരു പിടി കറിവേപ്പില, ഇതും കൂടി ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു നുള്ള് കായം ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടിയുടെ ഫ്ലേവറിനനുസരിച്ച് മാത്രം കായം ചേർക്കുക. കായം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഞാനൊരു 1-2 നുള്ളാണ് കായം ചേർത്തിരിക്കുന്നത്. കായം കരിഞ്ഞു പോകരുത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അവസാനം നിങ്ങൾ പുറത്തുനിന്നാണ് സാമ്പാർ പൊടിയൊക്കെ വാങ്ങുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് ചോറിലേക്ക് ഇടുക. എന്നിട്ട് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി അവസാനം ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്ന സംഭവം ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാം. ഇത് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അതൊരു മസ്റ്റാണ് കേട്ടോ. നെയ്യ് എന്തായാലും ചേർക്കണം. ആ നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല സൂപ്പർ സാമ്പാർ റൈസാണ്. ഏറ്റവും ഈസിയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു സാമ്പാർ റൈസാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പപ്പടം അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. താങ്ക് യു.